നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് 3 പേരും കൂടി ചേർന്നാണ് സ്കൂളിലേക്ക്. ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി സ്കൂളിലാക്കിട്ടെ സാമ്പ്രാണിക്കുടി വരെ ഒന്ന് പോവൂ അപ്പച്ചി. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അത് എന്റെ അമ്മ അവിടെയുണ്ട്, വല്ലപ്പോഴുമെങ്കിലും പോയി കാണണ്ടേ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയ ഡാഡിക്ക് എന്താ? നീ അല്ലെങ്കിലും തറുതലയല്ലേ പറയൂ. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച സന്തതിയാ നീ. എന്ന് നിന്നെ തലവട്ടം പുറത്തു കണ്ടോ അന്ന് തുടങ്ങി എന്റെ നാശം. ഞാൻ എന്ത് ചെയ്തു ഡാഡി പറയുന്നേ? നീ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം ഉണ്ടല്ലോ, അനുസരണക്കേടിൽ നിന്നുണ്ടാകുന്ന മറു ചോദ്യം, അത് തന്നെയാ നിന്റെ കുഴപ്പവും. ഞാൻ നിന്റെ ഡാഡിയാ. ആ പരിഗണന വെച്ച് എപ്പോഴെങ്കിലും നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ മോളല്ലേ, ആ പരിഗണന ഡാഡി എനിക്ക് തന്നിട്ടുണ്ടോ? ആ പരിഗണന ഞാൻ നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ടാ നീ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ പറ, ഞാൻ പൊയ്ക്കോളാം. എന്താ മോളെ ഇത്? കുഞ്ഞിവിടെ നിൽക്കുന്നുള്ള വല്ല വിചാരമുണ്ടോ രണ്ടാൾക്കും? അവളെല്ലാം അറിയട്ടെ. അങ്ങനെ അറിഞ്ഞു വളരുന്നതാ എനിക്കിഷ്ടം. നിങ്ങളിപ്പോ സ്കൂളിൽ പോകാൻ ഇറങ്ങ. മുത്തശ്ശനോട് ടാറ്റ പറ മോളെ. ചെല്. പോയിട്ട് വരാം മുത്തശ്ശ. പോയോ? സമയവും സന്ദർഭമൊക്കെ നോക്കി സംസാരിക്കണ്ടേ ഏട്ടാ? ഇത് എന്റെ വീടാണ്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറും. പറ്റുന്നവർ സഹിച്ചാൽ മതി. ഒരു സാമ്പ്രാണിക്കൊടി. നിങ്ങളോട് എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയം എത്രയെന്ന് അറിയോടി നിനക്ക്? നട്ടുച്ചവരെ കിടന്നുറങ്ങാനേ ഇത് ഹോസ്റ്റലൊന്നും അല്ല. എനിക്കിന്ന് കോടതിയിലൊന്നും പോണ്ട. കോടതി പോകാനല്ല പറഞ്ഞത്, ഈ വീട് മുഴുവൻ അടിച്ചു വാരി തൂത്തിടാൻ. ആരെ? ഞാന്. മര്യാദക്ക് അടിച്ചു വാരിക്കണം. ഓസിന് ശാപ്പാട് അടിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. മേലെണെങ്കിൽ ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു പണി ചെയ്യേ. അടുക്കളയിൽ ഇരിപ്പുണ്ട് ചൂല്. ആ പിന്നെ അരിക്കും മൂലയെല്ലാം നല്ല വൃത്തിക്ക് അടിച്ചിട്ടോണം. ഞാൻ വന്ന് നോക്കും, എവിടെങ്കിലും ശകലം പൊടി കണ്ടാലുണ്ടല്ലോ. ഞാനിപ്പോ ഈ വീട്ടിലൊരു ജോലിക്കാരിയാ അല്ല ചേച്ചിമ്മ? അതെ, ജോലിക്കാരി തന്നെയാ. ഒരു വ്യത്യാസമുണ്ട്. ജോലിക്കാരിക്ക് മാസാമാസം ശമ്പളം കിട്ടും, നിനക്കത് കിട്ടത്തില്ല. എന്നോട് ഇത്രയ്ക്ക് ക്രൂരത വേണോ? ഇതിലും കൂടുതലാ കാണിക്കേണ്ടത്. നിന്റെയൊക്കെ കയ്യിലിരിപ്പതാ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണോ ഇത്? അതെ. എന്താ കൊച്ചമ്മയ്ക്ക് ചെയ്യാൻ വയ്യേ? നിനക്കെന്താ വേർപ്പിന്റെ അസുഖമുണ്ടോ? എന്തുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. എല്ലും മുറിയുന്നത് വരെ നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ എന്റെ തീരുമാനം. പറ്റില്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോടി, ആരും ഒന്നും പറയത്തില്ല. കട്ടും മോട്ടിച്ച് സുഖിച്ചിവിടങ്ങ് കഴിയാന്ന് എന്തായാലും എന്റെ മോള് കരുതണ്ട. ഞാനുള്ളപ്പോഴേ അതിന് സമ്മതിക്കത്തില്ലടി. എന്താടി നോക്കി നിൽക്കുന്നത്? വേഗം പോയി അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്ക്. അതാ നിനക്ക് നല്ലത്. അടിച്ചു കഴിഞ്ഞിട്ട് വേണം ഇവിടെ എല്ലാം നല്ല വൃത്തിക്ക് തുടയ്ക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം അലക്ക്. നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പണിയെടുക്കും ചേച്ചിയമ്മ. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ അനുസരിക്കും. കാരണം എന്താണെന്നറിയോ? എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമില്ല. മരണം വരെ ഇവിടെ തന്നെ താമസിക്കണമെന്നാ എനിക്ക്. സിദ്ധുവിന്റെ ഭാര്യയായിട്ട്, ഈ വീട്ടിലെ മരുമകളായിട്ട്. അതുകൊണ്ട് ഇതല്ല, ഇതിലപ്പുറവും ഞാൻ ചെയ്യും. എന്നാ പറഞ്ഞ പണിയെല്ലാം വേഗം ചെയ്യാൻ നോക്കച്ചല്ലേ.